ഗിന്നസ് ബുക്കിൽ കയറിപ്പറ്റാൻ എന്ത് സാഹസികതയ്ക്കും മുതിരുന്നവരാണ് നാം ഓരോരുത്തരും. എന്നാൽ പുത്രത്താണി കല്ലിങ്ങൽ സ്വദേശി സിറാജുദ്ദീനും സുഹൃത്തുക്കളും ഗിന്നസ് ബുക്കിൽ ഒരിടം കണ്ടെത്തി. അത് ഒരു സാഹസികതയിലൂടെയാണ്. പക്ഷേ ഈ സാഹസികത ഏവരെയും ഇഷ്ടപ്പെടുത്തുമെന്ന് തീർച്ചയാണ്. ഞാനും 40 പേരും ചേർന്ന് പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കിയെന്ന ഗാനത്തെ ഹിറ്റാക്കിയപ്പോൾ സിറാജുദ്ദീനും ശരത് ലാലും ശിഹാബുദ്ദീനും പൂമരം കൊണ്ടല്ല പൂക്കൾ കൊണ്ട് ഇമ്മിണി വലിയൊരു വിമാനമുണ്ടാക്കി. ആ വിമാനത്തിന്റെ കാഴ്ചകളിലേക്കും വാർത്തയിലേക്കും. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. ഞാനും എൻ്റെ ആളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ 5 ലക്ഷം പൂക്കൾ കൊണ്ട് അലങ്കാരം തീർത്ത ഈ അത്ഭുത വിമാനം കാണാൻ വിനോദസഞ്ചാരികൾ ദുബായിലേക്ക് ഒഴുകുകയാണ്. എന്നാൽ ഈ അത്ഭുത കാഴ്ചകൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് 3 മലയാളികളാണ്. വിമാനം ഡിസൈൻ ചെയ്തത് മലപ്പുറം ജില്ലയിലെ പുത്തനത്താണി കല്ലിങ്ങൽ സ്വദേശി സിറാജുദ്ദീൻ, ചെങ്ങനകുളം പെരുമുക്ക് സ്വദേശി ശിഹാബുദ്ദീൻ എന്നിവരാണ്. ഇതിന്റെ എഞ്ചിനീയറിംഗ് ജോലികൾ പൂർത്തീകരിച്ചത് കൊല്ലം സ്വദേശിയും എഞ്ചിനീയറുമായ ശരത് ലാലും. മിറാക്കിൾ ഗാർഡന്റെ ഭാഗമായ സ്കോപ്പിംഗ് ആൻഡ് അഗ്രികൾച്ചറിലെ ജീവനക്കാരാണ് മൂവരും. കമ്പനി എംഡിയും ജോർദാൻ സ്വദേശിയുമായ അബ്ദുൽ നാസർ റഹാൽ ഈ ദൌത്യം ഏൽപ്പിക്കുമ്പോൾ ഏറെ വെല്ലുവിളികൾ മുന്നിലുണ്ടായിരുന്നു എന്ന് മൂവരും പറയുന്നു. A380 എമിറേറ്റ്സ് എയർബസിന്റെ സെയിം സ്കെയിലിൽ സെയിം ഒബ്ജക്റ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെ വലിയൊരു ചലഞ്ചിങ് ആയി തോന്നി. എല്ലാം വളരെ ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ഇതിന്റെ രൂപകൽപ്പനയാണ് ഞങ്ങൾ ചെയ്തത്. വ്യത്യസ്ത അളവിലുള്ള വ്യത്യസ്ത ഷേപ്പുകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ക്രോസ് സെക്ഷനുകളാണ് ഇത്. ഈ ക്രോസ് സെക്ഷനുകൾ ഗ്രൗണ്ട് ലെവലിൽ നിന്നും വ്യത്യസ്ത ഹൈറ്റിൽ വ്യത്യസ്ത ഡിസ്റ്റൻസിൽ അറേഞ്ച് ചെയ്തതാണ് ഇതിന്റെ സ്ട്രക്ചർ. എമിറേറ്റ്സ് എയർബസിന്റെ തനത് മാതൃകയാണ് ഒരുക്കേണ്ടത്. 72.9 മീറ്റർ നീളവും 80.3 മീറ്റർ വീതിയും 24.21 മീറ്റർ ഉയരത്തിലും വേണമായിരുന്നു വിമാനമൊരുക്കാൻ. വിമാനത്തിന്റെ ഭൂമിയിൽ നിന്നുള്ള ഉയരം, വിവിധ ഭാഗങ്ങളിലെ ആകൃതി തുടങ്ങിയവയെല്ലാം വളരെ കരുതലോടെ വേണമായിരുന്നു ഒരുക്കാൻ. എന്നാൽ പരിചയസമ്പന്നത ഏറെ സഹായിച്ചുവെന്നാണ് പുത്തനത്താണി കല്ലിങ്ങൽ സ്വദേശി സിറാജുദ്ദീൻ പറയുന്നത്. വിമാനത്തിന്റെ എഞ്ചിനീയറിംഗ് ജോലികളും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. എന്നാൽ ശരത് ലാലിന്റെ പരിചയസമ്പത്തും ക്രിയാത്മകതയും ഒന്നിച്ചപ്പോൾ ആ വെല്ലുവിളി അകന്നുപോയി. സർഫൂനിയ, പെറ്റൂണിയ വർഗത്തിൽപ്പെട്ട 7 തരം പൂവുകളാണ് ഇതിനായി ഉപയോഗിച്ചത്. ഇതിലും വലിയ വെല്ലുവിളി ഉണ്ടായിരുന്നു. ഈ ഗണത്തിൽ തന്നെ നിരവധി വർഗ്ഗങ്ങളുണ്ട്, വള്ളി പോലെ വളർന്നവയും മറ്റും. എന്നാൽ ഇത്തരം പൂക്കൾ വിമാനാലങ്കാരത്തിന് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അവയുടെ വളർച്ച വിമാനത്തിന്റെ ആകൃതി തന്നെ മാറ്റിക്കളയും. അതുകൊണ്ട് പൂവ് തെരഞ്ഞെടുക്കുമ്പോൾ പോലും അതീവ ശ്രദ്ധ പുലർത്തിയിരുന്നുവെന്ന് ഈ വിമാനത്തിന്റെ നിർമ്മാതാക്കൾ പറയുന്നു. മറ്റൊരു പ്രശ്നം ജലസേചനമായിരുന്നു. 24.21 മീറ്റർ ഉയരത്തിലേക്ക് വെള്ളമെത്തിച്ചാലേ പൂക്കളുടെ ഭംഗി മങ്ങാതെ നിലനിൽക്കുകയുള്ളൂ. എന്നാൽ അതും വളരെ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞതോടെയാണ് ആശ്വാസമായത്. ഇന്ന് ലോകരാകെ തങ്ങളൊരുക്കിയ പുഷ്പവിമാനം കാണാനെത്തി സംതൃപ്തിയോടെ മടങ്ങുമ്പോൾ ഏറെ അഭിമാനം തോന്നുന്നുവെന്ന് ശിഹാബുദ്ദീൻ പറഞ്ഞു. ഇവരെ ഗിന്നസ് റെക്കോർഡും തേടിയെത്തിയിട്ടുണ്ട്. 180 ദിവസമാണ് വിമാനമൊരുക്കാൻ വേണ്ടിവന്നത്. 200 ജോലിക്കാർ ദിവസവും 10 മണിക്കൂർ ഇതിനായി ജോലി ചെയ്തു. ഇതുകൊണ്ട് തീരുന്നില്ല. ഈ കൂട്ടുകെട്ടിന്റെ പൂക്കാലം ദുബായ് ഗ്ലോബൽ വില്ലേജിന് സമീപത്ത് ഉയർന്നുവരുന്ന സിറ്റി ലാൻഡ് മാളിലെ 2 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഗാർഡന്റെ ഡിസൈനിംഗ് ജോലിയും ഇവരാണ് പൂർത്തീകരിച്ചത്. 11,25,000 ചതുരശ്ര അടിയിലാണ് ദുബായിലെ ഏറ്റവും വലിയ മാൾ നിർമ്മിക്കുന്നത്. 2018 പൂർത്തിയാക്കുന്ന ഈ മാളിന്റെ മധ്യത്തിലാണ് പൂന്തോട്ടം നിർമ്മിക്കുന്നത്. ജാപ്പാനീസ് പൂന്തോട്ടവും ഇന്ത്യൻ ആഫ്രിക്കൻ കാടുകളും അരുവിയുമാണ് ഇതിന്റെ മുഖ്യ അലങ്കാരം. ഇതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. മലപ്പുറത്തിന്റെ അഭിമാനം ഉയർത്തിയ സിറാജുദ്ദീനും ഷിഹാബിനും നിലയ്ക്കാത്ത അഭിനന്ദന പ്രവാഹമാണ്. കല്ലിങ്ങൽ സനം ക്ലബ്ബ് ഭാരവാഹിയാണ് വിമാനം ഡിസൈൻ ചെയ്ത സിറാജുദ്ദീൻ. സലീം തണ്ണീർച്ചാൽ, ന്യൂസ് ബ്യൂറോ, പുത്തനത്താണി.